നിങ്ങളിപ്പോൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സംസാരിക്കേണ്ടിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 4 അധ്യായം 13 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ വിശ്വസിച്ചു, അത് സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഞാൻ ഈ പറയുന്ന ഒരു സംഭവ കഥയൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. ഒരു ഭർത്താവ് ഭാര്യയോട് ഇപ്രകാരം ചോദിച്ചു: ഇന്ന് എവിടെയാണ് നിനക്ക് ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹമുള്ളത്? ഭാര്യ മറുപടിയായി പറഞ്ഞു: എനിക്കങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ പോകണോ അവിടെ ഞാനും സന്തോഷവതിയാണ്. ഭാര്യയുടെ വാക്ക് കേട്ട ഭർത്താവ് തനിക്ക് ഇഷ്ടമുള്ളൊരു ഹോട്ടലിലേക്ക് പോയി. എന്നാൽ ആഹാരം ഓർഡർ ചെയ്യുവാൻ സമയമായപ്പോൾ ഭാര്യയുടെ മുഖം മാറി. നിന്നെ എന്തെങ്കിലും അലട്ടുന്നുണ്ടോ എന്ന് ഭർത്താവ് ചോദിച്ചതിന് മറുപടിയായി ഭാര്യ: എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുവാൻ ഇഷ്ടമില്ല, എനിക്ക് വേറെ എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞു. ഭൂമിയിൽ ഇന്ന് നടക്കുന്ന വലിയ സത്യത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് മേൽപ്പറഞ്ഞ വിവരണം. നിങ്ങളുടെ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ഒരു ദിവസം യേശുവിൻ്റെ മുമ്പാകെ നിങ്ങൾ നിൽക്കുകയും യേശുവിനോട് നിങ്ങൾ: കർത്താവേ, എനിക്ക് വസ്ത്രവും സമ്പത്തും എൻ്റെ ശരീരത്തിന് സൗഖ്യവും സാഹചര്യങ്ങൾക്ക് വിടുതലും ആവശ്യമായിരുന്നു എന്ന് യേശുവിനോട് പറഞ്ഞാൽ, നീ എന്തുകൊണ്ട് ഇത് എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്ന് ആ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചതുപോലെ യേശുവും നിങ്ങളോട് ചോദിക്കുന്നതായി എനിക്ക് ഉറപ്പായി ചിന്തിക്കാം. ഇപ്രകാരമുള്ള യേശുവിൻ്റെ വാക്ക് നിങ്ങൾക്ക് ആശ്ചര്യമായി പകർന്നേക്കാം. ഒരു പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതും കാത്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ടാകാം. എന്നാൽ ദൈവം നിങ്ങൾക്ക് അധികാരം കൈമാറ്റം ചെയ്തിരിക്കുന്നതിനാൽ ഓരോ സാഹചര്യത്തിലും ദൈവം നിങ്ങൾക്ക് തന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് സാഹചര്യത്തിന്മേൽ അധികാരമെടുക്കുകയും സാത്താനെ നിങ്ങളുടെ കാൽക്കീഴ് ആക്കുവാനും ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 18-19 വാക്യങ്ങൾ: യേശു അടുത്തുചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ യേശു ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആ അധികാരം ഇന്ന് നിങ്ങൾ അത് ഉപയോഗിക്കുക. നിങ്ങൾ നേരിടുന്ന സാഹചര്യം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അധികാരമെടുത്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സാത്താനെ എൻ്റെ സാഹചര്യത്തിൽ നിന്ന് നീ വിട്ടുപോ. നിന്റെ കൈ ഈ നിമിഷം തന്നെ എടുത്ത് നീ വിട്ടുപോ. ഞാനൊരു ദൈവപൈതലും യേശുവിൻ്റെ രക്തം എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുക. ക്രിസ്തുവിൽ ഞാൻ വിടുവിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 23-24 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഏത് പ്രസ്താവന നടത്തിയോ അത് വെളിപ്പെടും വരേക്കും നിങ്ങൾ അതിൽ തന്നെ മുറുകെ പിടിക്കുക. നിങ്ങൾക്ക് ഇന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് ഇന്ന് വ്യക്തതയോടെ പറഞ്ഞുകൂടാ? യേശു പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഈ മലയോടെ നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് വാസ്തവമായി നിങ്ങളെ അനുസരിക്കും. കാരണം ഇന്ന് നിങ്ങൾ യേശുവിൻ്റെ അധികാരത്തോടെയാണ് സംസാരിക്കുന്നത്. നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു ചുവട് വെക്കാമോ? എന്താണ് നിങ്ങൾ ഇന്ന് വരെ ആശിക്കുകയും ദൈവത്തോട് ചോദിക്കാതിരിക്കുകയും ചെയ്തത്?
ഇന്നത് ദൈവത്തോട് ചോദിക്കുമോ? ദൈവത്തിന് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കാം. ഇന്ന് അത് വിശ്വസിച്ചു തുടങ്ങാം. വിശ്വാസത്തിൻ്റെ സംസാരം നിങ്ങൾ നിർത്തരുത്. നിങ്ങളത് ലഭിക്കുന്നത് വരെയും, നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുന്നത് വരെയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സംസാരവും പ്രസ്താവനകളും നിർത്തരുത്.